ഹേ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡി പി വേൾഡ് ചാമ്പ്യൻഷിപ്പിനെ പറ്റിയിട്ടാണ്. ഡി പി വേൾഡിന്റെ ഫുഡ്സും ആംബിയൻസും വൈബും അടങ്ങുന്ന ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹലോ ഗൈസ്, എന്താണ് പരിപാടി? സുഖമല്ലേ എല്ലാവർക്കും? നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഡി പി വേൾഡിനെ പറ്റിയിട്ടാണ്. ഡി പി വേൾഡ് എന്ന് പറഞ്ഞാൽ ദുബായ് പോർട്ട് വേൾഡ് എന്നാണ്. ഇതൊരു വേൾഡ് ടൂർ ചാമ്പ്യൻഷിപ്പാണ്. ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ദുബായ് ആണ്. ജാനുവരിയിൽ തുടങ്ങി നവംബറിൽ അവസാനിക്കുന്ന ഒരു അടിപൊളി ടൂർണമെന്റ് ആണിത്. ഗോൾഫ് ഗെയിമിനെ ഫോളോ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഈ ടൂർണമെന്റിനെ പറ്റിയിട്ട് അറിയാം. ഇത് അവസാനിക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ പ്രോപ്പർട്ടിയിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു വർക്ക് ചെയ്യാനായിട്ട്. ഹലോ ഗൈസ്, ഞാൻ നിൽക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ പ്രോപ്പർട്ടിയിലാണ്. ഇതാണ് ഡി പി വേൾഡിൻ്റെ ടാഗ്. ഇതുണ്ടെങ്കിൽ ഇവിടെ കയറ്റുള്ളൂ. നല്ല സെക്യൂരിറ്റിയാണ്. VVIPs ഒരുപാട് പേര് കളിക്കാൻ വരുന്നുണ്ട് തന്നെ. ഒരുപാട് സെക്യൂരിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്റ്റാഫാന്ന് പറഞ്ഞാൽ ഒന്നും ഒരു കയറ്റൂല. ഈ സാധനം വേണം. അപ്പോൾ ഡ്യൂട്ടിലോട്ട് പോകാൻ സമയമായിട്ടുണ്ട്. ഇവൻ്റെയൊക്കെ കോലം കണ്ടു ഗൈസ്, എന്തോരം പാടുപെട്ടാന്നല്ലോ ഒരുത്തന്മാർ പണിയെടുക്കുന്നത്. നോക്കി, നീ എപ്പോൾ വന്നാണ് രാവിലെ? ഇപ്പൊ സമയത്ത് 11 മണി അല്ലേ? സവാഷ്. ഇനി ഫുഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം 7 ബൊഫെ സെറ്റിംഗ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഡി പി വേൾഡിൻ്റെ പ്ലെയേഴ്സിനും ഹോസ്പിറ്റാലിറ്റിക്കും സ്റ്റാഫിനും അങ്ങനെ 5 കാറ്റഗറി ആയിട്ട് 7 ബൊഫയാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. ചില്ലറ പണിയൊന്നുമല്ല, ഒരുപാട് നേരം വർക്ക് ചെയ്യണം. മിനിമം 14 മണിക്കൂറെങ്കിലുമാണ് ഒരാൾ വർക്ക് ചെയ്യേണ്ടത്. അത് 1 വീക്കാണ്. ആ 1 വീക്കിനുള്ളിൽ നമുക്ക് ഓഫില്ല, ഒന്നുമില്ല. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം നമ്മുടെ സ്ഥലത്താണ് ഈ പരിപാടി നടക്കുന്നത്. വേൾഡിലെ എല്ലാ ആൾക്കാരും ഇത് കാണാനും ആസ്വദിക്കാനും നമ്മുടെ ഫുഡ് കഴിക്കാനും വരുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് ചെയ്യണം. പിന്നീട് വരുന്നത് സ്റ്റോൾസ് ആണ്. ഇത് പ്രോപ്പർട്ടിയിലെ മെയിൻ പോയിന്റുകളിൽ നമ്മൾ സെറ്റ് ചെയ്യും. നമ്മുടെ നാട്ടിലെ വഴിയോര കടകളൊക്കെ ഇല്ലേ, അതുപോലെ നമ്മൾ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. വരുന്ന ഗസ്റ്റുകൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്ത് അവിടെ ഇരുന്ന് തന്നെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് ആസ്വദിക്കാൻ മ്യൂസിക്കും ഡ്രിങ്ക്സും എല്ലാം ഉണ്ട്. പോർക്കിനും ഇവിടെ ഒരു സ്റ്റാൾ ഉണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ മെനു അടിപൊളി തന്നെയാണ്. ഈ ടൂർണമെന്റ് നടക്കുന്നത് 4 ദിവസങ്ങളായിട്ടാണ്. ഫസ്റ്റ് ഡേ ഞാൻ വെളിയിലായിരുന്നു. പ്ലെയേഴ്സിന് ഫുഡ് കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പരിപാടി. അവർ ഓർഡർ ചെയ്യുന്ന ഫുഡ് നമ്മൾ അപ്പം തന്നെ മേക്ക് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായി. എല്ലാ പ്ലേയേഴ്സിനെയും കാണാനും പറ്റി, സംസാരിക്കാനും പറ്റി. ഗോൾഫ് ഗെയിമിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുണ്ട്, റോറി മക്ലോറി. പുള്ളിനെ എനിക്ക് കാണാനും പറ്റി, സംസാരിക്കാനും പറ്റി, ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും പറ്റി. അത് എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസം ഞാൻ പോയത് സ്റ്റോളിലോട്ടാണ്, മെയിൻ സ്റ്റോളിലോട്ട്. അവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഞങ്ങളെ ലീഡ് ചെയ്യുന്നത് വിജയ് എന്ന് പറഞ്ഞ ഷെഫാണ്. ഇവിടെ എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ പിസ്സയുണ്ട്, ബർഗേഴ്സ് ഉണ്ട്, റാപ്സ് ഉണ്ട്, പിന്നെ ഫ്രൈയിങ് ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടുന്ന് കൊടുക്കും. ഗസ്റ്റ് വരുമ്പോൾ ഗസ്റ്റ് പറയുന്ന ഫുഡ് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ലൈവായിട്ട് ഉണ്ടാക്കി അവർക്ക് കൊടുത്ത് അവരപ്പോൾ ഒരു താങ്ക്സ്, ഒരു ചിരിയും കൂടെ തരുമ്പോൾ അത് കിട്ടുന്ന ഒരു ഫീലുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റൂല. അങ്ങനെ ഒരുപാട് പേരെ ഞാൻ അന്നത്തെ ദിവസം കണ്ടുമുട്ടി. ഓരോ ദിവസവും സ്കോർ ബോർഡ് നോക്കുമ്പോഴും നമ്മുടെ ഫേവറേറ്റ് പ്ലെയർ ജയിക്കണേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. അങ്ങനെ ഫൈനൽ ഡേ ലാസ്റ്റ് ദിവസം ചെക്കൻ കുറച്ച് പുറകിലായിരുന്നു. പക്ഷെ ഫൈനൽ റൗണ്ട് വന്നപ്പോഴേക്കും ചെക്കൻ കപ്പിങ് തൂക്കി അടുപ്പിച്ച് 3ാമത്തെ തവണ റോറി മക്ലോറി കപ്പടിച്ചു മക്കളെ. എന്തായാലും അങ്ങനെ അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ നേരെ സ്റ്റോളിൽ വന്നപ്പോഴേക്കും അവിടെ ഉടുക്കത്തെ തിരക്ക്. പിന്നെ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി സെറ്റായി വന്നപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, നീണ്ട ഒരാഴ്ച നീണ്ടു നിന്ന ഡി പി വേൾഡ് ഇവിടെ തീരുകയാണ്. ഇനി ആദ്യം തൊട്ട് എല്ലാം സെറ്റ് ചെയ്യണം. ഒട്ടുക്കത്തെ പണിയാണ്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ആൾക്കാർക്കും ഓരോ ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തിട്ട് ഞാൻ നേരെ റൂമിലോട്ട്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഡി പി വേൾഡ് എനിക്ക് തന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരുപാട് പേരെ കാണാൻ പറ്റി, ഒരുപാട് പേരോട് സംസാരിക്കാൻ പറ്റി, ഒരുപാട് കൾച്ചേഴ്സ് ഞാൻ കണ്ടു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ.
പിന്നെ ഇനി അടുത്ത വർഷം ഇതേ ടൈമിൽ വീണ്ടും ഒരു ചാമ്പ്യൻഷിപ്പ് കാണാമെന്ന പ്രതീക്ഷയോടെ ഞാനും പിന്നെ നമ്മുടെ ചെക്കൻ മാക്ലോറി അടുത്ത വട്ടം വീണ്ടും കപ്പ് തൂക്കാമെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അടുത്ത വട്ടം പുള്ളിയും വരും, ഞാനും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഓക്കേ.